മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. സംഗീതം ഭക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവനവന്റെ കാമക്രോധ ലോഭമോഹ മത മത്സര്യങ്ങളെ അടക്കുക എന്നതാണ്. നമ്മുടെ ഭാരതത്തിൽ ദ്വാരപാലകൻ എന്ന് പറയുന്നത് കേട്ടില്ലേ? പ്രവേശന ദ്വാരത്തിൽ വാളും പിടിച്ചിട്ട് മഴവും പിടിച്ചൊക്കെ നിൽക്കുന്ന രണ്ട് പ്രതിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ദ്വാരപാലകന് തുല്യമാണ് ഗ്രീക്ക് പുരാണങ്ങളും നമ്മുടെ പുരാണങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. ഗ്രിഗോറിയൻ കലണ്ടറിൽ സംസ്കൃതത്തിലെ പേരുണ്ട്, അറിയാവോ? ആരും ശ്രദ്ധിച്ചോ? അത് ഗ്രിഗോറിയൻ കലണ്ടറിൽ സംസ്കൃത പേരുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണം പറയുമ്പോൾ സപ്തം അഷ്ടം നവം ദശം ഇല്ലേ? 7, 8, 9, 10 സപ്തം അഷ്ടം നവം ദശം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. മനസ്സിലായോ? ഇതെങ്ങനെ വന്നു? ഞാൻ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി നോക്കി. സെപ്റ്റംബർ 7-ാം മാസമല്ല 9-ാം മാസം. അഷ്ടം 8 പക്ഷെ ഒക്ടോബർ 10-ാം മാസം. നവം 9 പക്ഷെ നവംബർ 11-ാം മാസം. ദശം 10 പക്ഷെ ഡിസംബർ 12-ാം മാസം. ഇതിലൊരു കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ അത് ശരിയല്ലെന്ന് വിചാരിച്ചു. പിന്നെയും പഠിച്ചപ്പോഴാണ് മനസ്സിലായത് കറക്റ്റാണ്. ഗ്രിഗോറിയൻ കലണ്ടറിൽ സുമേറിയൻ കലണ്ടർ നവീകരിച്ചിട്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടായത്. ആ കലണ്ടർ പ്രകാരം 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. 10 മാസം. പിന്നീട് ചന്ദ്രൻ ഭൂമിയെ 12 തവണ ചുറ്റുന്നു എന്ന് പറഞ്ഞ് ചാന്ദ്രമാസങ്ങൾ 12 ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ 2 മാസത്തിന് പുതിയ പേര് കൊടുക്കണമല്ലോ. അന്നത്തെ രാജാവ് ജൂലിയസ് സീസർ പറഞ്ഞു, എൻ്റെ പേരിലാവട്ടെ ഒരു മാസവും. ജൂലിയസ് സീസറിന്റെ പേരിലാണ് ജൂലൈ ഉണ്ടായത്. അടുത്ത വേറൊരു മാസോ അടുത്ത രാജാവ് തൻ്റെ മരുമകൻ അഗസ്റ്റസ് സീസറുടെ പേരിലാണ് അടുത്ത മാസത്തിന് പേര് കൊടുത്തത്. അതാ ആഗസ്റ്റ്. അപ്പൊ ജൂലൈയും ആഗസ്റ്റും പിന്നെ നടുക്ക് കയറിയതാ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6-ാം മാസം കഴിഞ്ഞാൽ 7-ാം മാസം സെപ്റ്റംബർ ആയിരുന്നു. 8-ാം മാസം ഒക്ടോബർ, 9-ാം മാസം നവംബർ, 10-ാം മാസം ഡിസംബർ. മനസ്സിലായോ? അപ്പോൾ കണ്ടോ ഗ്രിഗോറിയൻ കലണ്ടറിൽ സംസ്കൃത പേര്. ഞാൻ പറഞ്ഞു വന്നത് ജാനുവസ് എന്ന ദേവതയുടെ പേരിലാണ് ജനുവരി, പ്രവേശന ദ്വാര ദൈവം. ഞാൻ എന്തിനാ ജനുവരി ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതാ ഇനി അടുത്തത് പറയുമ്പോൾ മനസ്സിലാകുക. ജാനുവസ് ദേവതയ്ക്ക് 2 തലകളുണ്ട്. ഒന്ന് മുന്നോട്ടും ഒന്ന് പുറകോട്ടും. ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ ഭാവി കാലത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ 2 തലകൾ. പുറകോട്ടുള്ള തല മനുഷ്യൻ കടന്നു വന്ന വഴികൾ അറിയണം എന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിലുള്ള അറിവും സംസ്കാരവുമെല്ലാം രൂപപ്പെട്ടത് ആയിരക്കണക്കിന് കാലഘട്ടത്തിലൂടെ മനുഷ്യരുടെയും പ്രകൃതിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടാക്കിയ കഥകളും ആ കഥകളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതും അതിൽ നിന്ന് നമ്മൾ പുരോഗതി പ്രാപിക്കേണ്ടതുമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇന്നലെയാണ് എൻ്റെ നാട്ടിൽ നിന്നൊരു പുലിയെ പിടിച്ചത്. പത്രത്തിൽ TV-യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാക്കങ്ങാട്, എൻ്റെ നാട്ടിൻ്റെ അടുത്താണ്. ആ പുലി അവിടെ ഈ പുലിപ്പേടി, ഈ പുലി എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ വ്യാഘ്രങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് വലിയ ബന്ധമുണ്ട്. അറിയുമോ? വ്യാഘ്രം ഹരി പഞ്ചാനൻ എന്നൊക്കെ പറഞ്ഞാരാ? ഹരി എന്ന് പറഞ്ഞാൽ സിംഹമാണ്, അറിയാവോ? വിഷ്ണു എന്നും അർത്ഥമുണ്ട്, സിംഹം എന്നും അർത്ഥമുണ്ട്. പഞ്ചാനൻ എന്ന് പറഞ്ഞാൽ സിംഹം എന്നർത്ഥമുണ്ട്. ഹരിപഞ്ചാനനൻ. ഹരിവരൻ പുലിശ്രേഷ്ഠനാണ്. ഹരിവരൻ. അതിനെ ആസനമാക്കിയിരിക്കുന്നവനുണ്ട്. ആരാണത്? ഹരിവരനെ ആസനമാക്കിയിരിക്കുന്നവൻ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം. അയ്യപ്പൻ. ഹരിവരനെ വാഹനമാക്കിയിരിക്കുന്നവൻ, അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നവൻ അയ്യപ്പനാണ്. ഹരിവരാസനം എന്ന് എല്ലാവരും പാടും. എന്തേ ഈ ഹരിവരാസനം എന്ന് ആരും ചിന്തിക്കാറില്ല. ഹരി വിഷ്ണു എന്ന അർത്ഥത്തിലല്ല. ഇനി വ്യാഘ്രങ്ങൾ, ദുർഗയുടെ വാഹനം എന്താ? വ്യാഘ്രമാണ്, അല്ലേ? ശാർദോദരി കേട്ടിട്ടുണ്ടോ?
ശാർദോദരി. കേട്ടില്ലേ? പാഹിമാം പാഹിമാം പരിപാഹിമാം ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരി ശാർദോദരി എന്ന് കേട്ടില്ലേ? ശാർദൂലം, ശാർദൂലം, വ്യാഘ്രം, കടുവ, പുലി, ഹരി, പഞ്ചാനനൻ എന്നൊക്കെ നമ്മുടെ സംസ്കാരവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ഒരു മൃഗമാണ്. അതിൻ്റെ കഥകളാണ് നമ്മുടെ ഒരുപാട് ഈ ഉത്തര മലബാറിലുണ്ടായത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവുമായിട്ട് വ്യാഘ്രത്തിന് ബന്ധം ഒന്നുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് ഭാരതത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം? ഭാരതത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്താ? അശോക സ്തംഭമല്ലേ? എല്ലാ ഉറുപ്പ്യക്കടലാസുമേലും പൈസമേലും അശോക സ്തംഭം ഉണ്ടല്ലോ. എന്താണ് അശോക സ്തംഭം? 4 സിംഹങ്ങൾ പരാങ്മുഖമായി നിൽക്കുന്നതാണ് അശോക സ്തംഭം. അതിൻ്റെ അർത്ഥം ഒരു സ്കൂളിൽ ഒരു മാഷും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്താണ് ഈ അശോക സ്തംഭത്തിൻ്റെ അർത്ഥം? ജനഗണമന അധിനായക ജയഹേ എന്ന് പഠിപ്പിക്കുക എന്നല്ലാണ്ട് ഇതിൻ്റെ അർത്ഥം ഒരാളും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കലിംഗ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിന്റെ ഭീകരത കണ്ട് മനസ്സുമടുത്ത അശോകൻ രാജ്യത്താകമാനം സ്ഥാപിച്ചതാണ് അശോകസ്തംഭം. എന്താണ് അശോകസ്തംഭം? നമ്മുടെ ഉള്ളിൽ 2 ഭാവങ്ങളുണ്ട്. ഒരു വ്യാഘ്രഭാവവുമുണ്ട്, സിംഹത്തെ പോലെ കീഴടക്കുന്ന രാജഭാവവുമുണ്ട്. സിംഹങ്ങള് കാട്ടിലെ രാജാവാരാ? സിംഹമാണ് അല്ലേ? പക്ഷെ ആ വിവരം ഇതുവരെ ഒരു സിംഹം അറിയില്ല. ഒരു സിംഹം ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് അരവിന്ദാക്ഷേട്ടന് അറിയാം, ഞാനാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന്. എന്നാൽ സിംഹങ്ങൾക്കൊന്നും അറിയില്ല താനാണ് കാട്ടിലെ രാജാവെന്ന്. ഇതാര് നിശ്ചയിച്ച? ഒന്ന്, നമ്മൾ ജന്മനാ മൃഗമാണല്ലോ. നമ്മുടെ ശരീരം മൃഗത്തിന്റെ എല്ലാ ജന്തുക്കളെ പോലെ ഒരു ജന്തുവായിട്ടാണ് മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതി. മനുഷ്യന് പ്രത്യേകമായിട്ടൊന്നുമില്ല. മൃഗങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ 2 കണ്ണും, മൂക്കിന് 2 ദ്വാരവും, 2 ചെവിയും, ചോരക്ക് നിറം ചുവപ്പും അസ്ഥിക്ക് നിറം വെളുപ്പും, ഓക്സിജൻ ശ്വസിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടലുമാണ് നമ്മുടെ ശരീരം. ഈ മൃഗതൃഷ്ണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. പരസ്പരം കടിച്ചു കീറാൻ, ആക്രമിക്കാനുള്ള മൃഗതൃഷ്ണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. എന്നാൽ ആ മൃഗതൃഷ്ണയ്ക്കപ്പുറത്ത് സിംഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാട്ടിലെ രാജാവായിട്ട് ആനയെ നിശ്ചയിക്കാത്തത് സിംഹങ്ങളുടെ ആ ഔദ്ധത്യഭാവം കൊണ്ടാണ്, അതിൻ്റെ ശബ്ദ ഗാംഭീര്യം കൊണ്ടാണ്, ദിക്കുകൾ കീഴടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചകൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ഭാവം സിംഹത്തിൽ നിന്ന് ലഭിച്ചതാണ്. ആ ഗാംഭീര്യ ശബ്ദം, ഗാംഭീര്യ വിഹക വീക്ഷണം, അതിൻ്റെ ആകാര സൗഷ്ഠവം, ഇതെല്ലാം ചേർന്നിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള സിംഹപ്രഭാവം ഉണ്ടല്ലോ. ഈ സിംഹപ്രഭാവം 4 ദിക്കുകളെ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ പരസ്പരം കടിച്ചു കീറാനുള്ളതല്ല. അതുകൊണ്ട് അശോകൻ പറഞ്ഞു, ഹേ മനുഷ്യ സിംഹങ്ങളെ, നിങ്ങൾ അഭിമുഖമായി യുദ്ധം ചെയ്ത് കടിച്ചു കീറല്ല. 4 ദിക്കുകളിലേക്ക് നിങ്ങൾ പോകൂ. നോർത്തിലേക്ക് പോകൂ, ഈസ്റ്റിലേക്ക് പോകൂ, വെസ്റ്റിലേക്ക് പോകൂ, സൗത്തിലേക്ക് പോകൂ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, അതിൻ്റെ ആദ്യത്തെ അക്ഷരത്തെ കൂട്ടിവെച്ചതിനെയാണ് ഇംഗ്ലീഷിൽ വാർത്തയ്ക്ക് പറയുന്ന വാക്ക്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് 4 ദിക്കുകളെ ചേർക്കുന്നതാണ് NEWS ന്യൂസ്. പിടികിട്ടിയോ? ആ 4 ദിക്കുകളിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള സിംഹപ്രഭാവത്തെ തിരിച്ചുവിട്ടതാണ് അശോകസ്തംഭം. അല്ലാതെ അത് പരസ്പരം കടിച്ചു കീറാനുള്ളതല്ല. മനുഷ്യൻ അറിവ് നേടിയത് കൊല്ലാനല്ല. എന്നാൽ ഇപ്പോ 2 കൊല്ലത്തിനിടയിൽ 45,000 ആളുകളെയാണ് ആ ഇസ്രായേലിലും ഗാസയിലും 45,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. എന്തിനാ നമ്മൾ സംസ്കാരമുള്ളവരായത്? എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഈ ഭൂമിയിൽ ഇത്രയും ദൈവങ്ങളും ഉണ്ടായിട്ടും, ഈ ഭൂമിയിൽ ഇത്രയും ആരാധനയും ഭക്തന്മാരുണ്ടായിട്ടും, ഈ ഭൂമിയിൽ ഇത്രയും ക്ഷേത്രങ്ങളും പള്ളികളുണ്ടായിട്ടും, ഈ ഭൂമിയിൽ കൊലയ്ക്കും അക്രമത്തിനും കുറവ് വരാത്തതിന് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഈ ക്ഷേത്രമുറ്റത്തിരിക്കുമ്പോൾ ഗൗരവതരമായി ഭക്തജനങ്ങൾ പരിശോധിക്കേണ്ടത് ഈ ഭക്തി എന്തിനാണ്?
ആക്രമിക്കാനും കീഴടക്കാനുമല്ല, പുലിയെ കീഴടക്കി പുലിയുടെ പുറത്തേറി സഞ്ചരിക്കാനാണ്. ആ പുലി മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വ്യാഘ്രഭാവമുണ്ട്. രണ്ട് പട്ടിക്കുട്ടിക്ക് ഒരു മാംസക്കഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തടോ, പകുതി എനിക്കും തന്നേ എന്ന് പറയാനുള്ള വാക്കുകൾ ആ പട്ടിക്കറിയില്ല. ഭാഷ അറിയുന്നത് നമുക്ക് മാത്രമാ. മുറിക്കാനും പങ്കുവെക്കാനും അറിയുന്നത് നമ്മൾക്ക് മാത്രമാ. അതുകൊണ്ട് പട്ടികൾ കടി കൂടിയിട്ട് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ള കാര്യക്കാരൻ മാംസക്കഷ്ണം കൊണ്ട് ഓടും. എന്നാ മനുഷ്യന് ഭാഷയുണ്ട്. പകുതി എന്നും മുറിക്കുക എന്നും പങ്കുവെക്കുക എന്നുള്ള ഭാഷയുണ്ട്. ഭാഷയുണ്ടായത് എന്തിനാണ്? ഭാഷയുണ്ടായത് വെറുക്കാനും തെറി പറയാനും കുറ്റപ്പെടുത്താനും കലാപമുണ്ടാക്കാനുമല്ല. കാട്ടാളന്മാരായിരുന്ന കാലഘട്ടത്തിൽ പുലിയിൽ നിന്ന് മനുഷ്യൻ മാറുന്നത് എപ്പോഴാ? ഭക്ഷണം ഉണ്ടാക്കി ഉണ്ണാൻ തുടങ്ങിയപ്പോ, ഭക്ഷണം പങ്കുവെക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യനുണ്ടായത്. അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറയാൻ തുടങ്ങി. പണ്ട് കാട്ടാളന്മാരുടെ ശബ്ദം ഏഹേ ഓഹോ എന്ന അട്ടഹാസമായിരുന്നു. അട്ടഹാസം ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ നട്ടത് മുളക്കോ, മുളച്ചത് പൂക്കോ, പൂത്തത് കായ്ക്കോ, കായ്ച്ചത് രുചിയുണ്ടാവോ എന്നറിയാൻ വേണ്ടി ആദ്യമായി സ്ഥിരവാസം ഉണ്ടായപ്പോഴാണ് മേൽക്കൂരയുണ്ടാക്കിയത്. മഴ കൊള്ളാതെ, വെയിൽ കൊള്ളാതെ, മഴവെള്ളം ഒഴുകി ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കിയത്. ആ തറക്ക് ചുറ്റുവട്ടം പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കിയത്. അതാണ് നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ ദൈവം. അറിയാമോ? വേദങ്ങളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഇപ്പം ആരും പ്രാർത്ഥിക്കുന്നില്ല. ആ വേദങ്ങളിലെ ദൈവം, ഹേ ശാലേ, ഞങ്ങളുടെ പശുക്കളെ ക്രൂര മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഹേ ശാലേ, ഞങ്ങളുടെ കൃഷിയെ കൊടും വരൾച്ചയിൽ നിന്നും അതിവർഷത്തിൽ നിന്നും രക്ഷിക്കണമേ. ഏതായി ശാല എന്നറിയാവോ? മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ കാത്തുരക്ഷിക്കുന്ന പൊന്നു തമ്പുരാൻ. അതാണ് ഈ ശാല. അവിടെ താമസമാക്കിയപ്പോഴാണ് അട്ടഹാസത്തിൽ നിന്നും എല്ലപ്പറച്ചൽ തുടങ്ങിയത്. ഏഹേ എന്ന നിഷാദം. നിഷാദം എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങളിൽ ഉച്ചസ്ഥായി ശബ്ദമാണ്. സപ്തസ്വരങ്ങൾക്ക് 7നും ഓരോ പേരുണ്ട്. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദം നീയാണ്. നിഷാദം. ആ നിഷാദം അട്ടഹാസത്തിൽ നിന്ന് മാറി വീട്ടിൽ അടുത്തിരുന്നപ്പോഴാണ് ഷഡ്ജം, ഒറ്റക്കമ്പീനാദം മാത്രം മൂളും. ദൈവത്തിന്റെ പ്രാർത്ഥനകൾ മന്ത്രങ്ങളായി മാറിയെന്നപ്പോഴാണ്. അട്ടഹാസത്തിലൂടെ ദൈവം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് വിളിച്ചാൽ മൂകാംബിക പാഞ്ഞു കുന്നുകയറും. അതിനു പകരം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. സംഗീതം. സൗപർണികാമൃത വീജികൾ പാടുന്നു നിൻ സഹസ്രനാമങ്ങൾ. ജഗദംബികേ മൂകാംബികേ. സംഗീതം. അതുകൊണ്ടാണ് നാദരൂപിണി എന്ന് വിളിക്കുന്നത്. എന്താ നാദം? കാട്ടാളന്മാർക്ക് നാദമുണ്ടായിരുന്നില്ല, ഒച്ചയേ ഉണ്ടായിരുന്നുള്ളൂ. അട്ടഹാസം, അലറൽ, വ്യാഘ്രശബ്ദം. ആ നമ്മുടെ ഉള്ളിലുള്ള വ്യാഘ്രത്തെ കീഴടക്കുമ്പോഴാണ് നമ്മൾ നാദമുണ്ടാക്കുന്നത്. അതാ പുലിപ്പുറത്തേറുന്ന വിഷ്ണുമൂർത്തിയും പുലിപ്പുറത്തേറുന്ന തെയ്യങ്ങളും ഉണ്ടാകുന്നത്. ആ പുലി മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള മൃഗഭാവമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതിനൊരു കഥ. ഒരു കുട്ടിയെയും കൊണ്ട് ഒരാൾ നടന്നു പോവുക. കുട്ടി ഭയങ്കരമായ ഷാഢ്യവും കരച്ചിലും. അപ്പോൾ ഈ കുട്ടിയോട് ഇയാൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മിഠായി വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ വീണ്ടും അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് ചായയും കടിയും വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ വീണ്ടും അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. എന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോഴെല്ലാം അടങ്ങ് മാധവ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ ഓരോന്ന് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ കൂടെ നടക്കുന്ന ഒരാൾക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു വല്ലാത്ത ക്ഷമ തന്നെ, ഞാനങ്ങാനാണെങ്കിൽ ഇതിന് എന്തോ ചെയ്തു പോകും. എന്നിട്ട് കുട്ടിയോട് കൂടെ നടക്കുന്ന ആൾ തട്ടിക്കേറി, എന്താ മാധവ, എന്ത് വാങ്ങി തന്നിട്ട് നീ എന്താ മാധവ കരച്ചിൽ നിർത്താത്തത് എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, കുട്ടീൻ്റെ പേര് മാധവ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടീൻ്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടാ ഈ അടങ്ങ് മാധവ എന്ന് പറയുന്നത്?
അപ്പം അയാൾ പറയും മാധവൻ ഞാൻ തന്നെയാ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവ. മനസ്സിലായോ? ഭക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവനവൻ്റെ കാമക്രോധ ലോഭമോഹ മത മത്സര്യങ്ങളെ അടക്കുക എന്നതാണ്. അടക്കുക. ദൈവികതയിലേക്കുള്ള യാത്രയിൽ ഈ പ്രതിസന്ധികളുണ്ട്. PT ഉഷയുടെ ഓട്ടത്തിന് ഹെർഡിൽസ് ഓട്ടം കണ്ടിട്ടില്ലേ? കടന്ന് കടന്ന് തുള്ളിയിട്ടുള്ള ഓട്ടമാണ്. അതുപോലെ ദൈവസന്നിധിയിൽ ശിവനെ കാണാൻ പോകുമ്പം 6 കറുത്ത പടവുകളുണ്ട്. ആ 6 കറുത്ത പടവുകളെ ചാടിക്കടന്നാലേ ഷടാധാര ചക്രത്തിന്റെ അപ്പുറത്തേക്കെത്തൂ. ആദ്യം കറുത്ത പടവുകൾ. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ. ആ കറുത്ത പടവുകൾ ഒന്ന് കാമം. കാമം പണ്ടൊക്കെ കാമം കുറച്ച് വൈകിട്ടേ ഉണ്ടാവുകയും ഇപ്പം നേരത്തെയാ. എന്താണെന്നറിയോ? ഭക്ഷണത്തിൽ മാറ്റം വന്നു. പണ്ടെല്ലാം നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ചെറിയ പ്രേമെല്ലാം വരിക. എന്നാലും പറയാൻ ധൈര്യമില്ല. ആരാദ്യം പറയും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും പറയില്ല ഇങ്ങോട്ടും പറയില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഒരു ഓട്ടോഗ്രാഫ് എത്തുന്നുണ്ട്. കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നല്ല എഴുതിയിട്ട് പിന്നെ പോയി. അന്ന് മൊബൈൽ ഫോണും ഇല്ല, വാട്സപ്പും ഇല്ല. പാള കീറിയും പോയി, മോര് മറിഞ്ഞും പോയി. ഇപ്പോൾ അവരെല്ലാം ഏടിയുണ്ട് എന്ന് അന്വേഷിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. വാട്സപ്പ് വന്നേരെ എല്ലാം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങ. കാരണം അന്നെന്താ എങ്ങനെയാ ഹോർമോൺ ഉണ്ടാണ്ട്? ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോണാ? ഇന്ന് എത്രയാ ഭക്ഷണം, എത്രയാ ഇറച്ചി, എത്രയാ മീൻ, എത്രയാ തേങ്ങ, എത്രയാ വെളിച്ചെണ്ണ. ഇപ്പൊ 5ാം ക്ലാസ്സിലെ കുട്ടികള് മല്ലികാബാണൻ തൻ്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. ഈ സമയത്ത് നമ്മുടെ ധാർമ്മികത നമ്മുടെ യുവാക്കളെ, നമ്മുടെ കുട്ടികളെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾ അവർക്ക് തന്നെ പിടികിട്ടാത്ത കളി കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ കളി കളിക്കുന്നതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം ഞാനിപ്പോൾ പറഞ്ഞു തരാം. നമ്മളെല്ലാം കേട്ടൊരു കഥയുണ്ടല്ലോ, ആമയും മുയലും പന്തയം വെച്ച കഥ. അത് കേൾക്കാത്ത ലോകത്ത് ഒരു സ്കൂളെ കുട്ടിയുമില്ല. മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകില. നേരത്തെ അങ്ങ് എത്തിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്ത് ചെയ്തു? മുയൽ വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ ആമ പോയിട്ട് സമ്മാനം വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ അവിടെ തീർന്നില്ല. ഈ ആമ എന്താ മുയൽ എന്താണെന്നറിയണം. ആമ എന്നത് നമ്മുടെ ശരീരമാണ്, മെല്ലെ മെല്ലെ വളർന്നു വരുന്നതാണ്. നമ്മുടെ പുരാണ കഥകളെല്ലാം തന്നെ മൃഗങ്ങളും പക്ഷികളുമായി ബന്ധപ്പെട്ട് കിടക്കുക. ദശാവതാര കഥകൾ, മത്സ്യക്കൂർമ്മ വരാഹ നരസിംഹം അല്ലേ? ജീവൻ വെള്ളത്തിലാണ്ടായത്, അതാണ് മത്സ്യം. ദേവി കന്യാകുമാരി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു പണ്ട്. അതിൽ മാധുരി പാടിയൊരു പാട്ടുണ്ട്, കണ്ണാ ആലില കണ്ണാ പാലാഴിത്തീരയിലൊഴുകും ആലില കണ്ണാ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എൻ്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന് എന്നുള്ള പാട്ടിൽ നീ പണ്ടൊരു പൂത്തിമിങ്കിലമായി. മത്സ്യാവതാരത്തെ പറ്റിയാ പറഞ്ഞത്. അതിൻ്റെ അടുത്ത വരിയും പറയുന്നുണ്ട്, മഴുവേന്തി വന്ന കേരളത്തിൽ വന്ന പരശുരാമന്റെ കഥ ആ പാട്ട് പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? നീ പണ്ടൊരു മുനി കുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ് നീരാഴി. ഓർമ്മയില്ലേ? മത്സ്യം, കൂർമ്മം. ഈ കൂർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ആ മെല്ലേ വളരൂ. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടും. നിങ്ങളാരെങ്കിലും പറ്റിയിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കമിഴ്ന്ന് കിടക്കാൻ? LKG അംഗനവാടി പോകുമ്പോൾ 3 വയസ്സായിട്ടില്ലേ? 3ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ട് ഒരു അമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടി കൊച്ചുമോളല്ലേ അല്ലേ? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിച്ചിട്ട് എത്ര കാലാവും? നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലെ വളരുന്നു. പക്ഷെ മനസ്സോ, എന്നമ്മോ, ഇന്നത്തെ കുട്ടികളെ ബുദ്ധി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തൊരു ബുദ്ധിയാ! നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് 600-ൽ 360 മാർക്ക് 60% കിട്ടിയ ഫസ്റ്റ് ക്ലാസ്സാ. ഇന്ന് കുട്ടികളോട് പറഞ്ഞു നോക്കിയാട്ടെ ഫസ്റ്റ് ക്ലാസ്സാ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. കുട്ടികൾ പറയും പീറ് ആർക്ക് വേണോ? കാരണം ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും ബിയാ. വെറും ബി വാങ്ങുന്ന ഒറ്റ കുട്ടിയില്ല നമ്മൾ സ്കൂളിൽ. എന്തൊരു സ്പീഡാണ് അവരുടെ മനസ്സ്! എന്തെല്ലാം അവർ പഠിക്കുന്നത്! ChatGPTയുടെ കാലമാണ്. അവരായി സ്പീഡിൽ മുന്നോട്ട് പോവുക. മനസ്സ് മുയലിനെ പോലെ കുതിക്കുന്നു, പക്ഷെ ശരീരമോ ആമയെപ്പോലെ വളരുന്നു.
പക്ഷെ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോണ്ടല്ലോ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയൊരു പാട്ടിൽ പറഞ്ഞതുപോലെ, ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലും. അപ്പോൾ ഈ അടക്കം ചൊല്ലുമ്പോ മുയല് ഉറങ്ങും, ആമ ഓവർടേക്ക് ചെയ്യും. എവിടുന്നെങ്കിലും ഒരു ചെക്കനൊന്ന് ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി, രണ്ടായി ചോർക്കുണ്ടാവില്ല, പോയി. കാരണം പോകരുതെന്ന് പറയേണ്ട മനസ്സാകുന്ന മുയൽ പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മേനെയും മറന്നിട്ട് അവരെ കരയിച്ചിട്ട് പോകാൻ പാടില്ല മോളെ എന്ന് പറയേണ്ട മനസ്സില്ലേ, അതുറങ്ങി. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷം സ്നേഹിച്ചവരാ. എന്നാൽ അച്ഛനമ്മമാർ നമ്മളെ സ്നേഹിച്ചത് എപ്പോഴാ? നമ്മൾ ജനിക്കുന്നതിന് 6-7 മാസം മുമ്പേ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അച്ഛനമ്മമാര്, അല്ലേ? ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട മുയൽ ഉറങ്ങി, ആമ പോയി. 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫിയും വാങ്ങി വരും ആമ. ഒന്നിനെ എടുത്ത് വരൂലേ? ഉയ്യൻ്റെ അമ്മ ഓൻ കഞ്ചാവാന്നെല്ലാം പറഞ്ഞിട്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കുട്ടികളിൽ ഈ ഉള്ളിലുള്ള ഈ കാമമുണ്ടല്ലോ, ഈ ആമയെ, ആ ആമ മനസ്സാകുന്ന മുയലിനെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതിരിക്കണം. പിടികിട്ടിയോ? അതുകൊണ്ട് ഈ വ്യാഘ്രം, കാമം, അതാണ് നമ്മുടെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യണം. നിന്റെ ശത്രു ആരാ? ശത്രു സംഹാര പൂജ നടത്തുന്നു അമ്പലത്തിൽ. എൻ്റെ എതിർ പാർട്ടിക്കാരൻ, എൻ്റെ എതിർ മതക്കാരൻ, എൻ്റെ ആലക്കക്കാരൻ ചത്തുപോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശത്രു സംഹാര പൂജ നടത്തുന്ന വിഡ്ഢികൾ അറിയണം, ആ ശത്രു എവിടെയാ? ശത്രു മമ ശത്രു വിനാശായാം സന്ധ്യാദീപം ഭജാമ്യഹം. എവിടെയാ ശത്രു? രാമായണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ. എഴുത്തച്ഛൻ കൃത്യമായി പറയുന്നുണ്ട്. കാമം, ക്രോധം, വെറുതെ ദേഷ്യം വരിക അല്ലേ? ക്രോധം യമനാണ് എന്നാ രാമായണത്ത് പറയുന്നത്. ക്രോധം നരകമാണ് എന്നാ രാമായണത്ത് പറയുന്നത്. ക്രോധത്തെ അടക്കണം. അതാണ് ക്രോധം. ലോഭം, ധൂർത്തടിക്കുന്നത്. ആവശ്യത്തിന് മാത്രമേ ചെലവഴിക്കാൻ നമുക്ക് അധികാരമുള്ളൂ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ചോറ് എനിക്ക് വേസ്റ്റായിട്ട് കുപ്പയിലേക്ക് വലിച്ചെറിയാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? ഇല്ല, അധികാരമില്ല. കാരണം എന്താ? ആ ചോറ് നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ പൈസ കൊടുത്താ. ആ ചോറുണ്ടാക്കിയത് സൂര്യനാണ്, അതിൽ ഊർജം കൊടുത്തത് സൂര്യനാണ്. സൂര്യന്റെ ഊർജമാണ് പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ട് ഈ അരിമണികളായിട്ട് കൊണ്ടുപോയി വെക്കുന്നത്. ആ ചോറ് നട്ടത് ഏതോ കർഷകനാണ്, ആ ഞാറ് നട്ടത് ഏതോ തൊഴിലാളിയാണത് കൊയ്തെടുത്തത്, ഏതോ മില്ലിൽ നിന്നാണത് കുത്തിയത്, ഏതോ സ്ഥലത്തു നിന്നാണത് ഏതോ കച്ചവടക്കാരനാണ് വിറ്റത്. അവരെല്ലാം ചേർന്നിട്ടാണ് ഒരു അരിമണി ഉണ്ടാവുന്നത്. അത് വേസ്റ്റാക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? വേസ്റ്റാക്കാതിരിക്കാൻ ഞാനൊരു സൂത്രം, മക്കള് ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. അവർക്കൊരു ബിരിയാണി വാങ്ങി കൊടുത്താൽ മതി. ഇവിടുന്ന ബിരിയാണി കിട്ടുക? കാഞ്ഞങ്ങാട് ടൗണിൽ ബിരിയാണി ഉണ്ട്. ഹോട്ടലിൽ പോയിട്ടല്ല. ഈ കാസർഗോഡ് കുറച്ചപ്പുറത്തൊരു സ്ഥലമുണ്ട്, ഏച്ചിക്കാനം എന്നാ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഏച്ചിക്കാനം ഇല്ലേ? ഏച്ചിക്കാനത്തൊരു സന്തോഷം ഉണ്ടാക്കിയ ബിരിയാണി കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. പിന്നെ കുട്ടികൾ ധൂർത്തടിക്കൂല. ആ ബിരിയാണി തിന്നവരാരും കൊണ്ടോ? സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി കണ്ടവരാരും കൊണ്ടൊന്ന് കൈവയ്ക്കുക. 1, 2, 3, 4, 5, 6 ആൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സത്യാന്ന് മനസ്സിലായില്ലേ? പ്രസിഡന്റും കണ്ടിട്ടുണ്ട്. അതൊരു കഥയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥയാണ്. ഒരരിമണിയുടെ, ഒരു ബസുമതി അരിയുടെ മൂല്യം എന്തെന്ന് ഹൃദയം നൊന്ത് നമ്മൾ വായിക്കും. നമ്മുടെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കൂ.